السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ഇതാണ് സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്ത്. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഅല്ലമ അവൻ പഠിപ്പിച്ചു, ആദമിന്, അൽ അസ്മാ പേരുകൾ, കുല്ലഹ അതൊക്കെ, സുമ്മ പിന്നെ, അറളഹും അവരെ കാണിച്ചു, അലൽ മലായികത്തി മലക്കുകൾക്ക്, ഫഖാല എന്നിട്ട് പറഞ്ഞു, അംബിഊനി നിങ്ങൾ എന്നോട് പറയുവിൻ, ബി അസ്മാഇ പേരുകളെ പറ്റി, ഹാ ഉലാഇ ഇവരുടെ, ഇൻ കുന്തും നിങ്ങൾ ആകുന്നുവെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, അവൻ ആദമിന് പേരുകളെല്ലാം പഠിപ്പിച്ചു, പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഇവയുടെ പേരുകളെപ്പറ്റി എനിക്ക് പറഞ്ഞു തരൂ. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് തഫ്സീർ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ ആദം എന്ന പേരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമക്ക് ആദം എന്ന പേര് വിളിക്കപ്പെട്ടത്? ഈ വിഷയം വളരെ വ്യക്തമായി പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രമുഖ താബഈ പണ്ഡിതനായിരുന്ന സഈദ് ബിൻ ജുബൈർ റഹിമയിൽ നിന്നും, സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ള അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്ത് ഇമാം ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നമാ സുമ്മിയ ആദമ ലിഅന്നഹു ഖുലിക മിൻ അദീമിൽ അർള്, ഭൂമിയുടെ പ്രതലത്തിലുള്ള മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ആദം എന്ന് വിളിക്കപ്പെട്ടത്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന്, അതായത് അദീമുൽ അർളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആദം എന്ന് പേര് വിളിക്കപ്പെട്ടത് എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള റിവായത്തുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാം പിതാവായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കിയ മണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആദിമ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന സൂറത്തു മുഅ്മിനൂൻ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യന്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഇവിടെ മനുഷ്യവർഗത്തിലെ ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയത് ഒരു പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ അല്ല, ഒരു സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാതെയാണ് ഇവിടെ ഒന്നാമത്തെ സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. മണ്ണിൽ നിന്ന് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമയെ രൂപപ്പെടുത്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിനോട് മനുഷ്യനാവണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, അവനെ, അതായത് ആദമിനെ മണ്ണിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു, പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ, അതായത് ആദം നബി അലൈഹിസ്സലാം അതാ ഉണ്ടാകുന്നു എന്ന സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ആദം നബി അലൈഹിസ്സലാമിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത് സമ്പൂർണവും സുന്ദരവുമായ രൂപത്തിലാണ്.
അള്ളാഹു തന്റെ മഹിതമായ തിരുകരങ്ങൾ കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിയെ പടച്ചിട്ടുള്ളത്. ഏറ്റവും മികവത്ത, ഏറ്റവും തികവത്ത രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും ആ ആദിമ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അഖ്ലാഖുഹും അലാ ഖുലിഖി റജുലിൻ വാഹിദിൻ, അവരുടെ സ്വഭാവങ്ങൾ ഒരൊറ്റ വ്യക്തിയുടെ സ്വഭാവമായിരിക്കും. അലാ സൂറത്തി അബീഹിം ആദമ 60 ദിറാഅൻ ഫിസ്സമാ, അവരുടെ പിതാവായ ആദമിന്റെ രൂപത്തിൽ 60 മുഴം നീളം ഉയരത്തിലായിരിക്കും അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വിശേഷണമൊത്ത ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ, അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അള്ളാഹു സൂറത്ത് ഹിജ്റിലെ 26-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ ഈ ആയത്തുകളിലൂടെ നമുക്ക് വ്യക്തമായി ആദം നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. ഹമാ എന്നും തീൻ എന്നും ഒക്കെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെടുന്നത്. ആ കളിമണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് സൽസാൽ എന്നും മസ്നൂൻ എന്നുമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കളിമണ്ണിന്റെ 2 സ്വഭാവങ്ങളാണ് ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞത്. സൽസാൽ അഥവാ മുട്ടിയാൽ ശബ്ദിക്കുന്ന മണ്ണ് എന്നും മസ്നൂൻ അഥവാ പശിമയുള്ള കുഴഞ്ഞ മണ്ണ് എന്നുമാണ് ഈ മണ്ണിന്റെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം. ഈ രൂപത്തിൽ ഭൂമിയുടെ പ്രതലത്തിലുള്ള മണ്ണിലാ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ്, അതായത് അദീമിൽ അർളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആദിമ മനുഷ്യനെ ആദം എന്ന പേര് വിളിക്കപ്പെടാൻ കാരണമായത് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരിക സഹോദരങ്ങളെ. ഇവിടെ ഇനി ഇതോടൊപ്പം നമ്മൾ ഇതിന്റെ അനുബന്ധമായി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആദം അലൈഹിസ്സലാമിയെ സൃഷ്ടിക്കപ്പെട്ട ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ അത് വെള്ളിയാഴ്ചയാകുന്നു. ഫീഹി ഖുലിക ആദമു വഫീഹി ഉദ്ഖിലൽ ജന്നത വഫീഹി ഉഖ്രിജ മിൻഹാ, ആ ദിനത്തിൽ ആദം സൃഷ്ടിക്കപ്പെട്ടു, ആ ദിനത്തിലാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്, ആ ദിവസം തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വലാ തഖൂമു സഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചയല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ അത് വെള്ളിയാഴ്ചയാകുന്നു. ഫീഹി ഖുലിക ആദമു വഫീഹി ഖുബിറ, ആ ദിനത്തിൽ ആദം സൃഷ്ടിക്കപ്പെട്ടു, അതിൽ അദ്ദേഹം മരിപ്പിക്കപ്പെടുകയും ചെയ്തു. വഫീഹി നഫഖതു വഫീഹി സഖ, ആ ദിനമായിരിക്കും കാഹളത്തിലുള്ള ഊത്തും സൃഷ്ടികൾ ഉയർന്നെഴുക്കുവാനുള്ള ഊത്തും. ഫഅഖ്തിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി ഫഇന്ന സ്വലാതകും മഅറൂലത്തും അലയ്യ, അതിനാൽ ആ ദിനം നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയത്, അതുപോലെ തന്നെ ഇമാം നിസായിയും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ് ഇത്. സഹോദരങ്ങളെ, ഇതാണ് ഈ 31-ാമത്തെ ആയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദം അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ പണ്ഡിതന്മാര് നമുക്ക് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി ആദം അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് പേരുകളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് അതെല്ലാം അള്ളാഹു മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഇവയുടെ പേരുകളെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ എന്ന് മലക്കുകളോട് പറയുകയാണ്. ഇവിടെ ആദം അലൈഹിസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ച പേരുകൾ അത് മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തത്, ഇതെല്ലാം സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.